നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രിമാരായ AK ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്ന് മാത്യു കുഴൽനാടൻ MLAക്ക് കോൺഗ്രസ് നിർദ്ദേശം നൽകിയതായൊരു സൂചന. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കുഴൽനാടൻ ഉന്നയിച്ച ആരോപണങ്ങൾ തിരിഞ്ഞു കൊത്തുമോ എന്ന ഭയത്തിലാണ് കോൺഗ്രസ്. മുൻ മുഖ്യമന്ത്രിമാർ വിവാദത്തിൽ നിന്നും രക്ഷപ്പെട്ടാലും അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയായ PK കുഞ്ഞാലിക്കുട്ടി വലിയ പ്രതിസന്ധിയിലാവുമെന്നാണ് കോൺഗ്രസ് നേതൃത്വവും കരുതുന്നത്. കുഞ്ഞാലിക്കുട്ടിയെ പിണക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയും കോൺഗ്രസ് MLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. കർശന താക്കീതാണ് കുഴൽനാടന്. 3ാം സീറ്റ് എന്ന പേരിൽ ഇടഞ്ഞു നിൽക്കുന്ന കുഞ്ഞാലിക്കുട്ടിയെ പിണക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല. അങ്ങനെയുള്ള കാഴ്ച കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. കുഞ്ഞാലിക്കുട്ടിയാണ് ശശിധരൻ കർത്ത വിവാദത്തിലെ വില്ലനെന്നാണ് ചില കോൺഗ്രസ്സുകാർ പോലും ആരോപിക്കുന്നത്. പിണറായി വിജയൻ്റെ പുതിയ നീക്കമാണ് മന്ത്രി രാജീവിലൂടെ ഇപ്പോൾ പുറത്തു വന്നത്. അതിന് പിന്നിൽ CMRL മേധാവി ശശിധരൻ കർത്തയുടെ സ്വാധീനവും. ഷോൺ ജോർജിനെ പിണറായി പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം അദ്ദേഹം PC ജോർജിൻ്റെ മകനാണ്. PC ജോർജിനോടൊപ്പം ശത്രുത പിണറായി വിജയന് മറ്റൊരാളുമായിട്ടുമില്ല. എന്നാൽ മാത്യു കുഴൽനാടനാണ് ഷോണിനേക്കാൾ കാമ്പുള്ളതെന്ന് പിണറായിക്ക് നന്നായി അറിയാം. അദ്ദേഹത്തെ മെരിക്കാൻ വിവാദങ്ങളുടെ പകുതി അവസാനിക്കുമെന്ന് പിണറായി വിശ്വസിക്കുന്നു. അതിനുവേണ്ടിയാണ് PK കുഞ്ഞാലിക്കുട്ടിയിലൂടെ കുഴൽനാടനിലേക്ക് പിണറായി വലയെറിഞ്ഞത്. കോൺഗ്രസിനെ ആണെങ്കിൽ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥയാണുള്ളത്. അതേസമയം പിണറായിയുടെ പുതിയ നീക്കത്തിന് കുഴൽനാടൻ പച്ചക്കൊടി കാണിക്കുമോ എന്നുള്ളൊരു സംശയമാണ് ഉയർന്നു കേൾക്കുന്നത്. CMRL മൈനിങ്ങിന് ലൈസൻസ് നൽകിയത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്ന് P രാജീവിൻ്റെ പ്രസ്താവന കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി. 2022-ൽ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഇതിനുള്ള ഫയൽ വർക്ക് ആരംഭിച്ചത്. പിന്നീട് അധികാരത്തിലെത്തിയ ഉമ്മൻചാണ്ടി മൈനിങ് ലൈസൻസ് ശശിധരൻ കർത്തയ്ക്ക് നൽകിയെന്നാണ് മന്ത്രി രാജീവ് പറയുന്നത്. തോട്ടപ്പള്ളിയിൽ നിന്നും എടുക്കുന്ന മണലിൽ 50% വീതം IREയും KMMLും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇൽമനൈറ്റ് പൂർണ്ണമായും KMML കൊടുക്കണമെന്ന് MOU സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. 2012-ൽ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് തന്നെ IREക്ക് മാത്രമായി മണൽ വാരാനുള്ള അപേക്ഷ കിട്ടിയിരുന്നു. ഒരു മാസത്തിനുള്ളിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്ന് അനുമതി നൽകിയത് എങ്ങനെയെന്ന് അന്വേഷിക്കണമെന്നാണ് വ്യവസായ മന്ത്രി രാജീവ് ആവശ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഈ കേസിലെ 1ാം പ്രതി അക്കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയല്ലേ എന്നാണ് അപ്പോൾ ചോദ്യം ഉയരുന്നത്. ഇതാണ് കോൺഗ്രസിനെ അലട്ടുന്ന വലിയ പ്രതിസന്ധി. CMRLന് വേണ്ടി ഭൂപരിധി നിയമത്തിൽ ഇളവിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടുവെന്നാണ് കോൺഗ്രസ് നേതാവും MLAയുമായ മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധിയിൽ ഇളവ് വേണമെന്നായിരുന്നു CMRL ആവശ്യം. 2021 ജൂലൈ 5-ന് മുഖ്യമന്ത്രിക്ക് CMRL അപേക്ഷയും നൽകി. ജില്ലാ സമിതിക്ക് മുന്നിൽ കമ്പനിക്ക് വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ അവസരമൊരുക്കിയത് മുഖ്യമന്ത്രിയാണെന്നും മാസപ്പടിയിലെ യഥാർത്ഥ പ്രതി അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നുമാണ് കുഴൽനാടൻ്റെ ആരോപണം. CMRLനെ സഹായിക്കാൻ മുഖ്യമന്ത്രി അങ്ങനെ നേരിട്ട് ഇടപെട്ടതിൻ്റെ തെളിവ് പുറത്തുവിട്ടിട്ടും സർക്കാർ മറുപടി നൽകുന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തലാണ് അവിടെ ഉയർത്തിയത്. തോട്ടപ്പള്ളിയിലെ ഖനനം CMRLന് ഗുണമുണ്ടാകുന്ന വിധത്തിലാണ്. 40,000 കോടി രൂപയുടെ മണൽ ഖനനം ചെയ്തു. തോട്ടപ്പള്ളിയിൽ CMRL പ്രൊമോട്ടർ ഭൂമി വാങ്ങിയതിലും ദുരൂഹതയുണ്ട്. ഭൂപരിധി നിയമം ലംഘിച്ചാണ് ഈ ഇടപാട് നടന്നത്. ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് തേടി KREML സംസ്ഥാന സർക്കാരിനെ സമീപിച്ചു. ആദ്യം റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇതിൻ്റെ അപേക്ഷ 2021 മെയ് 4-ന് തള്ളുകയാണ് ഉണ്ടായത്. പിന്നീട് 2 തവണ പുനഃപരിശോധനയ്ക്ക് അപേക്ഷ നൽകി. അപ്പോഴും ആവശ്യം നിരാകരിക്കപ്പെട്ടു. നേരിട്ട് മുഖ്യമന്ത്രിയെ സമീപിച്ചു. കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധിയിൽ ഇളവ് വേണമെന്നായിരുന്നു ആവശ്യം. ടൂറിസം, സോളാർ പദ്ധതികൾക്ക് വേണ്ടി ഇളവ് തേടി. 2021 ജൂലൈ 5-ന് CMRL വീണ്ടും അപേക്ഷ നൽകി. ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഇളവ് ആവശ്യപ്പെട്ട് കമ്പനിക്ക് വീണ്ടും ജില്ലാ സമിതിക്ക് അപേക്ഷ നൽകാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. തുടർന്ന് 2022 ജൂൺ 15-ന് ജില്ലാ സമിതിയോട് ഈ ആവശ്യം പരിഗണിക്കാൻ ശുപാർശ ചെയ്തത് മുഖ്യമന്ത്രിയാണെന്നുള്ള ഗുരുതര ആരോപണമാണ് കുഴൽനാടൻ ഉയർത്തിയിരിക്കുന്നത്. എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ മകളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നു എന്നുള്ള ചോദ്യവും അദ്ദേഹം ഉയർത്തി. പണത്തിൻ്റെ സിംഹഭാഗവും കൈപ്പറ്റിയത് മുഖ്യമന്ത്രി. അന്തിമവിധി ജനകീയ കോടതി വിലയിരുത്തുമെന്ന് കുഴൽനാടൻ. നിയമസഭയിൽ പോലും പ്രശ്നം ഉന്നയിക്കാൻ അവസരം നൽകുന്നില്ലെന്നും പരസ്യ സംവാദത്തിന് P രാജീവിനെയും MB രാജേഷിനെയും വെല്ലുവിളിച്ചുവെന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത്. CMRLനെതിരായ ആദായ നികുതി തർക്ക പരിഹാര ബോർഡിൻ്റെ ഉത്തരവ് തോട്ടപ്പള്ളി കരിമണൽ ഖനനത്തിന് പിന്നാലെ അഴിമതിക്ക് തെളിവായി പരിഗണിക്കാനാകില്ലെന്ന് ലോകായുക്ത ഉത്തരവ് പറഞ്ഞിട്ട് അധിക നാളായിട്ടില്ല. ഖനനത്തിനെതിരെ സമരസമിതി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്, ഉപലോകായുക്ത ഹാറൂൺ അൽ റഷീദ് എന്നിവരുടെ നിരീക്ഷണം പുറത്തു വന്നത്. കേസിൽ കക്ഷിയല്ലാത്ത CMRLനെതിരായ ഉത്തരവ് എന്ത് പ്രസക്തിയുള്ളതാണെന്നും ഇരുവരും ചോദിച്ചു. അളവിൽ കവിഞ്ഞ് ഖനനം നടന്നോ എന്ന് ഉറപ്പിക്കാൻ ഈ ഉത്തരവ് ആവശ്യമില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ആരാണ് കരിമണൽ ഖനനം നടത്തിയതെന്ന്, അത് കടത്തിയതെന്ന് സ്ഥാപിക്കാൻ പരാതിക്കാർക്ക് കഴിയുന്നില്ല. CMRLനെതിരെ ഹർജിയിൽ പരാതി ഉന്നയിച്ചിട്ടില്ല. ആർക്കാണ് മണൽ ലഭിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ CMRLനെ കക്ഷി ചേർക്കണമെന്നായിരുന്നു ഉപലോകായുക്ത ചൂണ്ടിക്കാട്ടിയത്. കരിമണൽ ലഭ്യമാകാൻ CMRL പലർക്കും പ്രതിഫലം നൽകിയെന്ന് സമരസമിതി തന്നെ പറഞ്ഞു. അനധികൃത പണമിടപാട് തെളിയിക്കുന്നതാണ് തർക്ക പരിഹാര ബോർഡിൻ്റെ ഉത്തരവ്. ആയതിനാൽ തന്നെ അഴിമതിക്ക് തെളിവായി അത് സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഈ ആവശ്യമാണ് നിരസിച്ചത്. തർക്ക പരിഹാര ബോർഡ് ഉത്തരവ് പരിഗണിക്കുന്നതിനെ സർക്കാരും
ശക്തമായി തന്നെ എതിർത്തു. മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയുള്ള നീക്കം ദുരുദ്ദേശപരമാണെന്നും സർക്കാർ അഭിഭാഷക വാദിച്ചു. തോട്ടപ്പള്ളിയിൽ നടക്കുന്നത് ഖനനമല്ല, മണൽ നീക്കമെന്നായിരുന്നു KMMLന്റെ വാദം. CMRLനെ നേരിട്ട് കരിമണൽ നൽകുന്നില്ല എന്ന് ബോധിപ്പിച്ചു. ഇത്തരത്തിൽ വലിയ മാനേജ്മെൻറ്റ് വിദഗ്ധരായ CMRLനെ സംബന്ധിച്ചിടത്തോളം മാത്യു കുഴൽനാടൻ എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്വിസ്റ്റിന് ഇപ്പോൾ ശ്രമിക്കുന്നത്. 2001-2006 കാലഘട്ടത്തിൽ AK ആൻ്റണി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കരിമണൽ ഖനനം വലിയ വിവാദങ്ങളുണ്ടാക്കി. കരിമണൽ ഖനനം പ്രോത്സാഹിപ്പിക്കണമെന്ന അന്നത്തെ വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിനെ VM സുധീരൻ ഉൾപ്പെടെയുള്ളവർ ശക്തമായി എതിർത്തു. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് നൽകാനാണെന്ന് കുഞ്ഞാലിക്കുട്ടി തീരുമാനിച്ചത്. സംസ്ഥാന മന്ത്രിസഭ അതിനുള്ള തീരുമാനമെടുത്തു. കേന്ദ്രത്തിൻ്റെ അനുമതിക്ക് കരുക്കൾ നീക്കി. അപ്പോഴാണ് ആരോപണവുമായി സുധീരൻ രംഗത്തെത്തിയത്. തുടർന്ന് KPCC നിർവാഹക സമിതി കരിമണൽ ഖനനം വേണ്ട എന്നുള്ള നിർദ്ദേശം നൽകി. UDF ആകട്ടെ ഒരു സമിതിക്കും രൂപം നൽകി. എന്നാൽ സമിതി റിപ്പോർട്ട് അനുകൂലമായാലും താൻ എതിർക്കുമെന്ന് സുധീരൻ പ്രഖ്യാപിച്ചു. പദ്ധതി നടപ്പിലാക്കിയാൽ MP സ്ഥാനം രാജിവെക്കുമെന്ന് സുധീരൻ ഭീഷണി മുഴക്കി. ആൻ്റണി സുധീരന് മുന്നിൽ മുട്ടുമടക്കുകയായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയെ എതിർക്കുന്ന സുധീരന് AK ആൻ്റണി മാനസിക പിന്തുണ നൽകി. എന്നാൽ പിൽക്കാലത്ത് കുഞ്ഞാലിക്കുട്ടി ജയിക്കുകയും ആൻ്റണി തോൽക്കുകയും ചെയ്തു. സ്വകാര്യ മേഖലയ്ക്ക് കരിമണൽ ഖനന അനുമതി നൽകാമെന്ന സുപ്രീം കോടതി വിധിയോടെ പന്ത് വീണ്ടും സംസ്ഥാന സർക്കാരിൻ്റെ കോർട്ടിൽ. 2016 ഏപ്രിൽ CMRL, VV മിനറൽസ്, KM ശിവകുമാർ, മുംബൈ കമ്പനി, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങി 29 അപേക്ഷകളാണ് സർക്കാരിന് ലഭിച്ചത്. സമയബന്ധിതമായി തീരുമാനമെടുക്കണമെന്നാവശ്യപ്പെട്ട് 2013 ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. അതിനെതിരെയുള്ള സർക്കാർ അപ്പീൽ നൽകിയെങ്കിലും തള്ളി. തുടർന്ന് സുപ്രീം കോടതിയിൽ നൽകിയത് 2016 അതിൻ്റെ വിധി വന്നത്. പൊതുമേഖലയിൽ നിന്ന് തന്നെ ധാതുമണൽ ഖനനം നിലനിർത്താമെന്നാണ് സർക്കാർ നയമെന്ന് നിയമസഭയിൽ മന്ത്രി VK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. 2001 UDF സർക്കാരാണ് സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി നൽകിയത്. അതിനെതിരെ സമരം ആരംഭിച്ച് ആലപ്പുഴയിൽ MP ആയിരുന്ന VM സുധീരൻ ഇടതുപക്ഷത്തോടൊപ്പം സമരത്തിൻ്റെ നേതൃനിരയിലെത്തുകയും ചെയ്തു. തുടർന്ന് ഉത്തരവ് പിൻവലിച്ചു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരള റെയർ എർത്ത് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനിയും രൂപവത്കരിച്ചു. സുപ്രീം കോടതിയിൽ നിന്നും വിധി സമ്പാദിച്ച CMRL, KSADC, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IRE എന്നിവ ചേർന്നാണ് സംയുക്ത കമ്പനി രൂപവത്കരിച്ചത്. എന്നാൽ 2006 ഇടതുമുന്നണി സർക്കാർ കരിമണൽ ഖനനം പൊതുമേഖലയിൽ നിലനിർത്താൻ തീരുമാനിച്ചു. അതിനെതിരെ സുപ്രീം കോടതി വിധി വന്നു. ഇലക്ഷൻ കാലഘട്ടം കോടികൾ വേണ്ടിവരും.